എടാ സോറിടാ, മൊബൈൽ സൈലന്റിലായിരുന്നു, അവന് എടുക്കാൻ പറ്റാതായ. നീ ദേഷ്യപ്പെടാതെ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. ക്ഷമിച്ചോ നിങ്ങള്? നിന്റെ മുഖം കാണുന്നതന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് വന്നു. എന്തിനായിട്ടാ അങ്ങനെ ചെയ്തത്? ഈഗോ കാരണം ബാധിക്കപ്പെട്ട കുടുംബത്തിൽ വേർപിരിവുണ്ടായിരിക്കുകയാണോ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടോ? വിട്ടുവീഴ്ച ചെയ്യാനാവാത്ത ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ക്ഷമിക്കാനാവായ്മ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ? അത് കർത്താവ് ഇന്ന് നമുക്ക് തരാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് ഉന്നതങ്ങളിൽ നിന്ന് പ്രത്യക്ഷനായ അരുണോദയമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം ഈഗോ വേണ്ട എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. ഈഗോ എന്നത് സ്വയം തന്നെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതാണ്. തന്നെ പോലെ ആരുമില്ല എന്നുള്ള ഒരു അഹങ്കാരം, താൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ഒരു അഹംഭാവം. ഈ സ്വഭാവങ്ങളുടെ വെളിപ്പാടാണ് ഈഗോ. ഈ മോശമായ സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ കുടുംബത്തിൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ സ്വയം ഉയർത്തി താൻ പറയുന്നതാണ് ശരി, മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാൻ ഞാൻ താഴ്ന്നവനല്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കും. ഇത് കാരണം കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കയ്പ് മനോഭാവവും വെറുപ്പും ഉണ്ടാകും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവിന് തുല്യമായിരിക്കുന്നത് മോഷണ വസ്തുവായി കരുതാതെ തന്നെത്താൻ താഴ്ത്തി വിനയത്തോടെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ക്രിസ്തു അന്ന് ഞാൻ പിതാവിന് തുല്യനാണ്, മനുഷ്യ അവതാരം ഞാൻ എങ്ങനെ എടുക്കും എന്ന് ഈഗോ നോക്കിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ രക്ഷ നേടിയിട്ടുണ്ടാവില്ല. അതിനാൽ ഈഗോ ഉപേക്ഷിക്കാം, ക്രിസ്തുവിന്റെ ചിന്തയുള്ളവരായി മാറാം. ഇപ്പോൾ ജ്യോതി ചേച്ചി എന്ന നാടകം നമുക്ക് കാണാം. രണ്ടു ദിവസത്തിനുള്ളിൽ എന്റെ ഇന്റർവ്യൂ ശരിയാവുന്ന തോന്നുന്നേ. അത് ശരി, നല്ല സന്തോഷമുള്ള വാർത്തയാണല്ലോ. അതൊക്കെ പോട്ടെ, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എന്റെ ശരീരത്തിന് പറ്റിയ ജോലിയല്ല. അതെന്താടാ? അടുപ്പിന് മുന്നിൽ ഒരുപാട് നേരം നിൽക്കാൻ കഴിയുന്നില്ല, ബോഡിയൊക്കെ വല്ലാതെ വീക്കായി പോയി. നമുക്ക് വേറെ ജോലി നോക്കാന്നേ. നോക്കാം. അല്ല, നീയും എന്റെ കൂടെ ഇന്റർവ്യൂവിന് വരുന്നോ? ഞാൻ എന്തിനാണ് വരുന്നേ? ചുമ്മാ എന്റെ കൂടെ വാന്നേ. എന്താ ഞാൻ വിളിച്ചാ നീ വരില്ലേ? വരാവാ. ഇവനെന്താ ഫോൺ എടുക്കാത്തത്? എന്തു പറ്റി എന്തോ?
റെസ്യൂമൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ എക്സ്പീരിയൻസ് അത്രയ്ക്ക് ഇല്ലല്ലോ. അതെ സർ. കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ആരെങ്കിലും ജോലി കൊടുത്താലല്ലേ സർ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അതിരിക്കട്ടെ, ശമ്പളം എത്രയാ പ്രതീക്ഷിക്കുന്നത്? അതൊക്കെ സാറിന് അറിയാവുന്നതല്ലേ. ഗുഡ്. യു ആർ അപ്പോയിന്റഡ് സുരേഷ്. സത്യമാണോ സർ? സത്യം തന്നെയാ. ഒരുപാട് സന്തോഷമായി സർ. ഗുഡ് മോർണിംഗ് സർ. യെസ് സർ, ഇന്റർവ്യൂ കഴിഞ്ഞു സർ. സർ സെലക്ട് ചെയ്തു സർ. അയാളോട് വീട്ടിലോട്ട് വെക്കോളാൻ പറ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്ത് പറയാന്ന് പറ. സർ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. സർ നല്ല ടാലന്റഡ് ആണ് സർ. എടോ, ഇത് മിനിസ്റ്ററിന്റെ റെക്കമെൻഡേഷനാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മിനിസ്റ്ററിന്റെ റെക്കമെൻഡേഷനോ? ഞാൻ ഇറങ്ങുമോ സാർ? എടാ സോറിടാ, മൊബൈൽ സൈലന്റ് ആയിരുന്നു, അവന് എടുക്കാൻ പറ്റാതെ പോയേ. നീ ദേഷ്യപ്പെടാതെ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ശരി, അത് പോട്ടെ. നീ പോയ കാര്യം എന്തായി? ഇന്റർവ്യൂവിനെ പറ്റി എന്താ പറ. ഡാ, ഏട്ടാ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയേ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇട്ട് തരുമായിരുന്നല്ലോ. സാരമില്ല, നീ ഒരു കാപ്പിയല്ലേ. മാലതി, ഒരു കാര്യം പറയണ്ടേ? എന്താ ഏട്ടാ? എന്റെ ഫ്രണ്ടിന് ഞാൻ ജാമ്യം നിന്നപ്പോ അവൻ പറ്റിച്ചിട്ട് പോയില്ലായിരുന്നോ? അതെ. അവനിപ്പോ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. എന്താ നിങ്ങളീ പറയുന്നേ? അതെ മാലതി, അവനെനിക്ക് ഫോൺ ചെയ്തായിരുന്നു, ഞാനെടുത്തില്ല. ഏട്ടാ, എടുത്ത് സംസാരിക്കായിരുന്നില്ലേ? ഞാനും അവനും എങ്ങനെ കഴിഞ്ഞാണെന്നറിയോ? എന്നെ പറ്റിക്കാനായിട്ട് അവൻ എങ്ങനെ മനസ്സ് വന്നെന്നറിയില്ല. നടന്നതൊക്കെ അവസാനിച്ച കാര്യമല്ലേ, എന്തിനാ അത് തന്നെ വീണ്ടും പറയുന്നേ? ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോന്നേ? അവൻ്റെ അടുത്ത് സംസാരിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും വേണ്ട ഏട്ടാ. എന്തിനാ ഫോൺ ചെയ്തെന്ന് ചോദിച്ചൂടെ? എടാ ഇരിക്കടാ. എടാ, നീ ഇതിനെ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല. നീ കാരണം പറഞ്ഞേ പറ്റൂ. ഞാൻ നിന്നോട് വരാത്തിനോടാ നീ ഇങ്ങനെ മോന്ത തീർപ്പിച്ചിരിക്കുന്നത്. അതേടാ, നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ജോലിയെല്ലാം മാറ്റിവെച്ച് ഞാൻ നിന്റെ കൂടെ വരുന്നതല്ലേ. നിനക്കതൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പിന്നെ എന്ത് പറയണമെന്നാ? ഞാനൊരു മണ്ടൻ, നീ വലിയ ബുദ്ധിയുള്ളവനും. നിനക്ക് നിന്റെ ജോലിയാണ് എല്ലാത്തിനേക്കാളും പ്രധാനം. എന്നിട്ടോ ഞാൻ എൻ്റെ ജോലിയെല്ലാം മാറ്റിവെച്ച് നിന്റെ കൂടെ കറങ്ങണം. നീ വെറും സ്വാർത്ഥനാ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിന്റെ തലയിലോട്ട് അത് കേറില്ല. ഇപ്പോഴെന്നല്ല,
ഒരിക്കലും മനസ്സിലാവില്ല. നീ പോവാൻ നോക്ക്. എടാ ഛേ. ഏട്ടാ പോയ കാര്യം എന്തായി? എല്ലാം നന്നായിട്ട് തന്നെ നടന്നു. എന്താ ഏട്ടാ പറയേ. നിങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടോ? സംസാരിച്ചോ? അവനെ ഞാൻ കണ്ടു, സംസാരിച്ചു. എന്താ പറഞ്ഞത്? എന്തോ വല്ലാത്ത സിറ്റുവേഷനിലാണ് അവൻ ഫോറിലേക്ക് പോയത്. എന്നെ പറ്റിക്കണമെന്ന് അവൻ വിചാരിച്ചില്ലായിരുന്നു. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്ന്. അത് മാത്രമല്ല, നമ്മള് സെറ്റിൽമെന്റ് ചെയ്ത കാശില് ആ പകുതി കാശ് വന്നിട്ട് ബാക്കിയുള്ളതും പെട്ടെന്ന് തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. ക്ഷമിച്ചല്ലോ അല്ലേ? നിന്റെ മോന്ത പോലും കാണുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് വന്നു. എന്ത് പണിയായിട്ടാ കാണിച്ചത്? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ടാക്കാറുണ്ടോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. വേദപുസ്തകത്തിൽ ദാവീദ്, ജോനാഥൻ എന്ന് രണ്ട് ഉറ്റ മിത്രങ്ങളുണ്ടായിരുന്നു. നിങ്ങളെയും ഞാൻ ആ രീതിയിലാ കാണുന്നത്. അവര് പരസ്പരം വിട്ടുവീഴ്ച ചെയ്താ ജീവിച്ചത്. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചോ? അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാൻ മറ്റൊരാൾ തയ്യാറാവെങ്കിലും ചെയ്തോ? പറഞ്ഞേ. രമേശ്, സുരേഷിന്റെ കോപം ന്യായം തന്നെയാ. കാരണം അവൻ നിന്നെ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം എവിടെ പോയാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകാറും വരാറുള്ളത്. അവൻ ഇന്റർവ്യൂവിന് പോകുമ്പോ നീയും കൂടെ പോയാ നന്നായിരിക്കുമെന്ന് അവൻ ആഗ്രഹിച്ചു. നീ ഫോൺ എടുത്തില്ല. ആ ദേഷ്യമാണ് അവന്. കിട്ടേണ്ടിയിരുന്ന ജോലി അവസാന നിമിഷം കൈവിട്ടു പോവുകയും ചെയ്തു. ആ ദേഷ്യം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അത് നിന്നോട് കാണിച്ചു. സുരേഷ്, രമേശ് എന്തുകൊണ്ടാ ഫോൺ എടുക്കാത്തെന്ന് നിനക്കറിയാമോ? അന്ന് രാത്രി അവന്റെ അമ്മയ്ക്ക് പനിയായിരുന്നു. രാത്രി മുഴുവനും ഹോസ്പിറ്റലിലായിരുന്നു ഇവൻ. നിന്നോട് പറഞ്ഞാ നീയും ഓടി വരുമെന്ന് അവനറിയാം. നിനക്ക് അടുത്ത ദിവസം ഇന്റർവ്യൂ ഉള്ളതല്ലേ? അതിനൊരു കുഴപ്പം ഉണ്ടാവരുതെന്ന് കരുതിയാ അവൻ നിന്നോട് പറയാതിരുന്നത്. അതുമാത്രമല്ല സുരേഷ്, രമേശ് രാവിലെയും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാ അവന് നിന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഫ്രണ്ട്ഷിപ്പിൽ ഒരിക്കലും ഭിന്നതയ്ക്ക് ഇടം കൊടുക്കാനേ പാടില്ല. ബൈബിളില് ഒരു വചനമുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന്. ഭിന്നത വേണ്ട മോനെ, അത് പിശാചിന്റെ സ്വഭാവമാണ്. നിങ്ങളൊക്കെ കർത്താവിന്റെ മക്കളല്ലേ? നിങ്ങളുടെ ഇടയിൽ വഴക്ക്, ഭിന്നത, വാഗ്വാദം ഇതൊക്കെ ഉണ്ടാവുന്നത് പോലെ തോന്നിയാ ആദ്യം സമാധാനം പാലിക്കണം. അതിനുശേഷം മനസ്സു തുറന്ന് സംസാരിക്കണം. ഇങ്ങനെ വേർപിരിഞ്ഞിരിക്കരുത്. കൂട്ടുകാരുടെ ഇടയിൽ എന്തിനാണ് ഈ ഈഗോ? അതാദ്യം ഉടച്ചെറിയണം. അപ്പൊ എല്ലാം ശരിയാകും. എടാ മാലതി, ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോവാ. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അവനോട് ക്ഷമിച്ചെന്ന് പറയണം. അതെങ്ങനെയാ? എന്താ സംഭവിച്ചത്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഇപ്പൊ എനിക്ക് അത്യാവശ്യം അവനെ കാണണം.
പ്രിയമുള്ളവരെ, കൂട്ടുകാർക്കിടയിലോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ ഈഗോ ഉണ്ടെങ്കിൽ സമാധാനം തന്നെ നശിച്ചു പോകും. അതിനാൽ ഓരോരുത്തരും സ്വയം താഴ്ത്തി മറ്റുള്ളവർ നമ്മേക്കാൾ ഉയർന്നവരാണ് എന്ന് വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ സൗഹൃദം നിലനിൽക്കുകയുള്ളൂ. അടുത്തതായി സഹോദരി വസന്തി പോൾ അവർകൾ നിങ്ങൾക്കായി കർത്താവിന്റെ വചനം പങ്കുവെച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധയോടെ കർത്താവിന്റെ വാക്കുകൾ കേൾക്കുക, നിങ്ങളും പ്രാർത്ഥിക്കുക, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങളും കുടുംബത്തിലുള്ള എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓരോ ആഴ്ചയും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചു വരുന്നതായി ഞങ്ങൾക്ക് കത്തുകളിലൂടെയും ഞങ്ങൾക്ക് അയക്കുന്ന ഇമെയിലുകളിലൂടെയും സാക്ഷികളിലൂടെയും അനേകം പേർ ഈ പരിപാടി കാണുന്നതിലൂടെയും കിട്ടുന്നു എന്നറിഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് തുടങ്ങിയ ഈ ശുശ്രൂഷ അനേകം കുടുംബങ്ങളിലേക്ക് ചെല്ലുന്നുണ്ട്. അനേകം കുടുംബങ്ങൾ ഇതിലൂടെ മാറ്റപ്പെടുന്നുണ്ട്, അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, കാര്യങ്ങളെല്ലാം അറിയുന്നുമുണ്ട്. അതിനായി ഞങ്ങൾ കർത്താവിനെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഇന്നേ ദിവസം കർത്താവ് നിങ്ങളോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈഗോ പാടില്ല. ഇന്ന് ധാരാളം കുടുംബങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഈഗോയുണ്ട്. ഈ ഈഗോ കാരണം ഇന്ന് പല കുടുംബങ്ങളും പല പോരാട്ടങ്ങളെയും പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തിന്, തങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. ഈഗോ എന്ന ആ ദുസ്വഭാവം കാരണം ഇതൊരു മോശമായ സ്വഭാവമാണ്. ഇതൊരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ പല കുടുംബങ്ങളിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അനേകം കുടുംബങ്ങൾ വേർപിരിഞ്ഞു പോകുന്ന ഒരു ചുറ്റുപാടുണ്ടാകുന്നു. ഈ ഈഗോ കാരണം തകർന്നുപോയ പല കുടുംബങ്ങളുമുണ്ട്. ഇത് ഒരിക്കലും പാടില്ല. ഈ ഈഗോ കാരണം കുടുംബങ്ങളിൽ പല പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു. ഈ ഈഗോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇന്ന് നമ്മോട് കർത്താവ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഈ ഈഗോ ഉണ്ടാകുന്നത്, എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ ഉയർച്ച താഴ്ചകൾ. കർത്താവിന്റെ വചനം പറയുന്നു, റോമർ 12-ാം അധ്യായത്തിലെ 16-ാം വചനം നാം വായിച്ചു നോക്കിയാൽ, തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ഇതാണ് ബൈബിൾ പറയുന്നത്. തമ്മിൽ തമ്മിൽ ഐകമത്യമുള്ളവരായിരിക്കണമെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഐകമത്യം എന്ന് വെച്ചാൽ എന്താണ്? ഉയർച്ച താഴ്ചകളില്ലാത്ത ഒരേപോലെയുള്ള ചിന്ത, ഏക ചിന്ത. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐകമത്യം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ബന്ധങ്ങളിലും അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഈ ഐകമത്യം ഉണ്ടെങ്കിൽ ഈ ഈഗോ ഉണ്ടാവില്ല. കാരണം തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഞാനാണ് വലിയവൻ, ഞാൻ പറയുന്നത് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈഗോയിലൂടെ വാക്കുകൾ പുറത്തു വരുമ്പോഴാണ് ആ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അഹംഭാവം, ഞാൻ എന്ന സ്വഭാവം, വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു മനോഭാവം, ആരും എന്നെ അഡ്വൈസ് ചെയ്യാൻ വരരുത്, ഞാൻ അങ്ങനെ തന്നെയാണ്. അതാണ് ബൈബിൾ പറയുന്നത്. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. നിങ്ങളാണ് ബുദ്ധിമാൻ, നിങ്ങൾക്കേ എല്ലാം അറിയൂ, നിങ്ങൾ പറഞ്ഞാൽ എല്ലാം ശരിയായിരിക്കും എന്ന് വിചാരിക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോഴേ നമുക്ക് ഐകമത്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് ധാരാളം പ്രശ്നങ്ങളെ നാം നേരിടുന്നത്. മുൻപ് ഒരു ദിവസം ഒരു സഹോദരി പ്രാർത്ഥിക്കാനായി ഇവിടെ വന്നിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യം, അവർ 4 വർഷമായിട്ട് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പഠിത്തത്തിന്റെ അവസാന വർഷത്തിലാണ് അവരുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹം നടക്കുന്നതിന് മുൻപ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവർ രണ്ടുപേരും ഫോണിൽ സംസാരിച്ച് നല്ല ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നിരുന്നു. അവർ രണ്ടുപേരും നല്ലവണ്ണം സംസാരിച്ച് ഒരു സമാധാനപരമായ ഒരു നല്ല തീരുമാനത്തിലെത്തിയിരുന്നു. ഒരു നല്ല അണ്ടർസ്റ്റാൻഡിംഗ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോൾ അവൾ തന്റെ ഭർത്താവിനോടൊരു കാര്യം പറഞ്ഞു എന്ന്. ഞാനിപ്പോൾ എന്റെ ബിരുദത്തിന്റെ അവസാന വർഷത്തിലാണ്. ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ബിരുദമൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് കുഞ്ഞ് ജനിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഇത് എന്റെ ഒരു അഭ്യർത്ഥനയാണെന്ന്. നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ആ ഭർത്താവിന് പെട്ടെന്ന് ദേഷ്യം മൂത്തെന്ന്. അതായത് ഈ ഒരു കാര്യമേ അവര് ചോദിച്ചുള്ളൂ. ഈ ഒരു കാര്യം ആ ഭർത്താവിന്റെ ഉള്ളിൽ ഒരു വലിയ കാര്യമായി. ഈഗോ. അതായത് എന്നോടാണോ പറയുന്നത്, എന്തിനാ എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നത്, എന്തിനാ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇടയിൽ വാഗ്വാദം മൂത്തു.
പലതവണ ആ സഹോദരി മാപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പലതവണ പറഞ്ഞു നോക്കി. ഞാൻ ചോദിച്ചത് തെറ്റാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, പഠിത്തമൊക്കെ പിന്നെ മതി, നമ്മുടെ സന്തോഷമാണ് പ്രധാനം, ജീവിതമാണ് പ്രധാനമെന്ന് ആ സഹോദരി എത്രയോ അപേക്ഷിച്ചു നോക്കി, കരഞ്ഞു നോക്കി, എത്രയോ തവണ മാപ്പ് ചോദിച്ചു. ആ സഹോദരനെ ഈ കാര്യം സ്വീകരിക്കാനേ പറ്റിയില്ല, ക്ഷമിക്കാനുള്ള മനസ്സില്ല. കാരണം ഞാനൊരാണാണ്, നീ ഒരു സ്ത്രീയാണ്, അത് മനസ്സിലാക്ക്, ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കും, നീ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ച് ഒരു ഈഗോ അവന്റെ ഉള്ളിലുണ്ടായി. ഒരു വാക്ക് കാരണം പിശാച് ഈഗോ എന്ന ദുസ്വഭാവം ആ സഹോദരന്റെ ഉള്ളിൽ വിതച്ചതുകൊണ്ട് പിന്നീട് ആ സഹോദരി ഒടുവിൽ ഡിവോഴ്സ് ചെയ്തു. കോർട്ടിൽ കേസ് നടക്കുകയാണ് വിവാഹമോചനത്തിന്റെ. അതിനായി എന്നെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാനാണ് അന്ന് വന്നത്. ഈ കാര്യം അപ്പോഴാണ് പറഞ്ഞത്. കണ്ടില്ലേ, ഒരു കുടുംബത്തിന്റെ അവസ്ഥ. ജീവിച്ചിട്ടേ ഇല്ല അവര് രണ്ടുപേരും. വിവാഹം കഴിഞ്ഞ് ഉടനെ രണ്ടുപേരും വേർപിരിയുന്നു. ഈ ഒരു ദുസ്വഭാവം കാരണം ഒരു കുടുംബം തന്നെ വേർപിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് കുടുംബങ്ങളിൽ ഇത്തരം ഈഗോ കാരണം എത്രയോ കുടുംബങ്ങൾ വേർപിരിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലായാലും ഒരുപക്ഷെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധങ്ങൾക്കോ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കുമിടയിലോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ഈ ഈഗോ എന്ന സ്വഭാവം കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടുകൂടി കുടുംബത്തിൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഈഗോ എന്ന ദുസ്വഭാവത്തെ പിശാചാണ് കൊണ്ടുവരുന്നത്, വലിപ്പം ഭാവിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ വായിച്ചില്ലേ, വലിപ്പം ഭാവിക്കാതെ എന്ന്. അതായത് റോമർ 12:16 വലിപ്പം ഭാവിക്കുന്നത്, ഞാനാണ് ശരി, ഞാൻ പറയുന്നത് നടക്കണം, ആ ഒരു സ്വഭാവം. അതുകൊണ്ടാണ് വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം ഇല്ലാതെ പോകുന്നത്. ഇത് പിശാച് വിതയ്ക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ താഴ്മ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ആ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയവനായ യേശുക്രിസ്തു വലിയവനായ ദൈവമാണ്. അവൻ ആകാശത്തെയും ഭൂമിയെയും അണ്ഡചരാചരങ്ങളെയും ഉണ്ടാക്കിയ കർത്താവ് തന്നെത്താൻ ജീവത്യാഗം ചെയ്ത് ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് ഈ ക്രിസ്മസ് കാലത്ത് നാം അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശു തന്നെത്താൻ താഴ്ത്തിയാണ് നമുക്കായി വന്നത്. എന്നാൽ നമുക്കതിന് മനസ്സില്ല. കർത്താവിന്റെ മക്കളാണെന്ന് പറയുന്നു, പക്ഷെ ആ വിനയം നമുക്കില്ലല്ലോ. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ഈഗോ എന്ന സ്വഭാവം കൊണ്ട് ബാധിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും അത് ബാധിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറയുന്നതാണ് ശരി, ഞാനാണ് വലുത്, ഞാൻ എന്ന ഒരു അഹംഭാവമില്ലാതെ ഭാര്യയുടെ അഭിപ്രായം, മറ്റുള്ളവരുടെ അഭിപ്രായം, എല്ലാ നല്ല അഭിപ്രായങ്ങളും സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതാണ് സന്തോഷം. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമുക്ക് എഴുതി തന്നിരിക്കുന്ന ഈ ഉപദേശങ്ങൾ, വേദപുസ്തകം അനുസരിച്ചുള്ള ഉപദേശങ്ങൾ കേട്ട് ഈഗോ എന്ന ദുസ്വഭാവം നമ്മിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈഗോ ഉണ്ട്, സഹോദരങ്ങൾക്കുള്ളിൽ ഈഗോയുണ്ട്, ജോലി സ്ഥലത്ത് ഈഗോ, കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ ഈഗോ. ഇതുകൊണ്ട് തന്നെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഈഗോ കാരണം, ഈ അടുത്താണ് ഞങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞത്, ഉള്ളിൽ ഈഗോ ഉണ്ടായിരുന്നതുകൊണ്ട് ജോലി തന്നെ നഷ്ടപ്പെട്ട സ്ഥിതിയായി. കുടുംബത്തിൽ വരുമാനത്തിന് വകയില്ല, മക്കളെ പഠിപ്പിക്കണം, കുടുംബത്തിൽ എത്രയോ ചെലവുകളില്ലേ. ജോലി സ്ഥലത്ത് ഈഗോ എന്ന ആ ദുസ്വഭാവം കാരണം ജോലി ഉപേക്ഷിച്ചു വരേണ്ട സ്ഥിതിയായി. ഇതേപോലെ നിങ്ങളും പ്രശ്നത്തിലാണോ? ഈ ഒരു ദുസ്വഭാവം നിങ്ങളെ അടിമത്വത്തിലാക്കിയിരിക്കുകയാണോ? ഇത് ദുഷ്ടനായ പിശാച് കൊണ്ടുവരുന്ന ഒരു ദുസ്വഭാവമാണ്. നമ്മുടെ യേശു താഴ്മയുള്ളവനായിരുന്നു. അവന്റെ മക്കളായ നമ്മൾ താഴ്മയുള്ളവരായി ജീവിച്ച് പരസ്പര വിരുദ്ധമായി ചിന്തിക്കാതെ ഐകമത്യമുള്ളവരായി കാണപ്പെടുമ്പോൾ ഈ ഈഗോ എന്ന സ്വഭാവത്തിന് നമ്മെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കർത്താവിന് നമുക്ക് തരുന്നതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈഗോ കാരണം ബാധിക്കപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിൽ വേർപിരിഞ്ഞിരിക്കുകയാണോ? ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നത്തിലാണോ? വിട്ടുവീഴ്ച ചെയ്യാനാവാതെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണോ? ക്ഷമിക്കാനാവായ്മ കൊണ്ട് നടക്കുകയാണോ? ഈ ഒരു ചെറിയ കാര്യം, നിസ്സാര പ്രശ്നമാണ് അതിന് കാരണം, ഒരു ചെറിയ കാര്യം മാത്രമാണ്, അതിലൊരു ഈഗോ, വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബമല്ലേ ബാധിക്കപ്പെട്ടത്? നിങ്ങൾ കർത്താവിന് മുൻപാകെ സ്വയം സമർപ്പിച്ച് അവനോട് പ്രാർത്ഥിച്ച് ആലോചിക്കുക. അവന്റെ മുൻപിലിരുന്ന് ചിന്തിച്ചാലേ അറിയൂ നിങ്ങൾ എവിടെയാണ് തെറ്റ് ചെയ്യുന്നത് എന്ന്. അത് നിങ്ങൾ ദൈവം മുൻപാകെ ഏറ്റുപറയുമ്പോൾ കർത്താവ് ക്ഷമിച്ച് നല്ല സ്വഭാവത്തെ, താഴ്മയുള്ള ഒരു സ്വഭാവത്തെ, സ്നേഹമുള്ള സ്വഭാവത്തെ, വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം, ക്ഷമിക്കുക എന്ന സ്വഭാവം കർത്താവ് നമുക്ക് തരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടായി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. നാം ഇപ്പോൾ ക്രിസ്മസ് കാലത്താണ്. യേശുവിന്റെ താഴ്മയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. താഴ്മയുള്ളവരുമായി യോജിച്ച് താഴ്മയോടുകൂടി നാം പെരുമാറുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് മുൻപാകെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
എല്ലാവരും ഹൃദയത്തിൽ പരിശോധിക്കുക. കർത്താവെ, എന്റെ ഉള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഈഗോ എന്റെ ഉള്ളിലുണ്ട് യേശുവേ. എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് എന്റെ ഭാര്യയോട് പോലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ മക്കളോട് പോലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇത് കാരണം എന്റെ ജോലി സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അതുപോലെ ഞാൻ പോകുന്നിടത്തെല്ലാം ഈ ഈഗോ കാരണം ബാധിക്കപ്പെടുകയാണ്. ദിവസവും ഞാൻ പ്രശ്നങ്ങളെ നേരിടുകയാണ്. അനേകം സഹോദരങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൽ നിങ്ങളെ സ്വയം സമർപ്പിക്കുക. സഹോദരിമാർ, നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടായിരിക്കാം ഭർത്താവിനേക്കാളും കൂടുതൽ. എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവാം. ഞാൻ ജോലിക്ക് പോകുന്നു, ഞാൻ സമ്പാദിക്കുന്നു, ഭർത്താവിനേക്കാൾ ശമ്പളമുണ്ട് എന്നൊക്കെ പലതും പറഞ്ഞ് ഇന്ന് കുടുംബത്തിൽ പ്രശ്നങ്ങളോടെ ജീവിക്കുകയാണോ? കർത്താവിന് മുൻപാകെ നിങ്ങളെ താഴ്ത്തി പ്രാർത്ഥിക്കുവിൻ. യേശുവേ, എന്നോട് ക്ഷമിക്കണമേ. ഈ ഈഗോ എന്റെ ഹൃദയത്തിൽ നിന്നെടുത്തു മാറ്റണമേ. ആ ചിന്ത എനിക്ക് ഉണ്ടാവരുതേ. ഞാൻ സ്വയം സമർപ്പിക്കുകയാണെന്ന് ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു നിങ്ങളെ സഹായിക്കും. ആ ഈഗോ എന്ന ദുസ്വഭാവത്തെ നിങ്ങളിൽ നിന്നും കർത്താവ് എടുത്തു മാറ്റി വിനയം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, പ്രിയപ്പെട്ട ഈ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ഈഗോ എന്ന ദുസ്വഭാവം കാരണം ധാരാളം കുടുംബങ്ങൾ തകർന്നു പോയിരിക്കുകയാണ് യേശുവേ. എത്രയോ കുടുംബങ്ങൾ ഇന്ന് വേർപിരിഞ്ഞു പോകുന്ന ചുറ്റുപാടിലാണുള്ളത് യേശുവേ. ഭർത്താവിന്റെ ഉള്ളിൽ ഈഗോ, ഭാര്യയുടെ ഉള്ളിൽ ഈഗോ, മക്കൾക്ക് ഈഗോ. കർത്താവേ, ഇതുപോലെ എത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്ന ഒരു ചുറ്റുപാടിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് യേശുവേ. ഇന്ന് തങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി സ്വയം സമർപ്പിക്കുന്ന ഓരോ മക്കൾക്കും ദൈവമായ യഹോവയുടെ കരുണ ഉണ്ടാകുമാറാകട്ടെ. ഈ ദുസ്വഭാവത്തെ, ദുഷ്ടനായ സാത്താൻ കൊണ്ടുവന്നിരിക്കുന്ന ഈഗോ എന്ന ഈ സ്വഭാവത്തെ കർത്താവ് ഇപ്പോൾ തന്നെ നശിപ്പിക്കുമാറാകട്ടെ. അവരുടെ ചിന്തകളിൽ ഒരു മാറ്റം ഉണ്ടാകുമാറാകട്ടെ. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് അത് എടുത്തു കളഞ്ഞ ഒരു മാറ്റം ഉണ്ടാക്കണമേ യേശുവേ. വിനയം കൊണ്ടും സ്നേഹം കൊണ്ടും ഈ ഓരോ മക്കളെയും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയെ പോലെ മാറ്റണമേ കർത്താവെ, അങ്ങയെ പോലെ ഇവരെ മാറ്റണമേ. അങ്ങയുടെ കരങ്ങളിൽ ഈ കുടുംബങ്ങളെ എല്ലാം ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെയാണോ ഇന്ന് പ്രാർത്ഥിച്ചത്, ഓരോരുത്തരുടെ ഉള്ളിലും നല്ല സ്വഭാവങ്ങളും കർത്താവിനെ കുറിച്ചുള്ള ചിന്തകളും നൽകുന്നതിനായി, യേശുക്രിസ്തുവിൽ നിന്നും നല്ല ചിന്തകൾ അവരുടെ ഉള്ളിൽ കൊണ്ടുവരുന്നതിനായി സ്തോത്രം യേശുവേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ കർത്താവിന്റെ സാക്ഷിയായി മാറട്ടെ. ജോലി സ്ഥലത്ത് ഈ മക്കൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനായി കർത്താവ് ഇവരുടെ ഈഗോ എല്ലാം മാറ്റി നല്ല സ്വഭാവം നൽകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സ്നേഹമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ യാചിക്കുകയാണ് നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.